ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഞാനൊരു സൂപ്പർ ഫുഡാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോണേ. അത് നമുക്ക് വെറുതെ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അരിമാവ് അരച്ച് വെച്ചിട്ട് വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതിൽ 1 കപ്പ് ചോറ് എടുക്കുക, അത് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക, ഇത് അരച്ചെടുക്കുക. എന്നിട്ട് പാത്രം മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ നമുക്ക് അതിൽ 1/2 കപ്പ് കടലമാവ്, പിന്നെ 1/2 കപ്പ് തൈര്, ഇത് കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഈ ആദ്യത്തെ അരപ്പിനോട് കൂടി ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് റവ എടുക്കുക, അത് അതിൽ മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നമ്മൾ അത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് മനസ്സിലായല്ലോ. 1:1 ഇതാണ് ചോറ്, കടലമാവ്, റവ. അതായത് അരിമാവും ചോറും റവയും 1:1, കടലമാവ് അതിൻ്റെ പകുതി അങ്ങനെയാണ്. അപ്പോൾ അത് അടച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ചട്നി ഉണ്ടാക്കി വെക്കാം. ചട്നി ഞാൻ സാധാരണ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിലുള്ള ചട്നി ഉണ്ടാക്കാം. 10 മിനിറ്റോളം അടച്ച് വെക്കണം. അതിനിടയിൽ നമ്മൾ ചട്നി റെഡിയാക്കുന്നു. ഇത് ചട്നിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വളരെ രസകരമായൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതായത് ഞാൻ വെറുതെ നാളികേരം, ഇഞ്ചിയും മുളകും ഉപ്പും ഇട്ടിട്ട് ഒരു സാധാരണ ചട്നി പല വിധത്തിലുണ്ടാക്കാമല്ലോ. ഞാൻ പല ചട്നിയുടെയും കൂട്ട് ചമ്മന്തികളിലെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയുമെന്ന് വിചാരിക്കുന്നു. പലതരം റെസിപ്പി ആയിട്ടിട്ടുണ്ട് ചമ്മന്തികൾ പലവിധം. അതെല്ലാം നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ നമ്മൾ ഇപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ മാവ്. അതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ ഇതിൽ പിങ്ക് സോൾട്ടാണ് ഇട്ടേക്കുന്നത്, അതായത് ഇന്ദുപ്പാണ് ഇട്ടേക്കണത്. 1/2 ടീസ്പൂൺ. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക, സാധാരണ ഉപ്പിട്ടാലും മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. അതിനിടയിൽ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഓയിൽ പറ്റുക, പ്ലേറ്റോ ബേക്കിംഗ് പാത്രമോ എന്തെങ്കിലും എടുത്ത് ഓയിൽ പറ്റിയിട്ട് അതിലേക്ക് മാവ് ഒരേ രീതിയിൽ വരുന്ന വിധത്തിൽ, തിക്നെസ് വരുന്ന വിധത്തിൽ പരത്തി വയ്ക്കുക. ബേക്കിംഗ് പാത്രം ഇല്ലാച്ചിട്ട് വിഷമിക്കേണ്ട, പ്ലേറ്റാലും മതി. നമ്മുടെ സാധാരണ കിണ്ണത്തപ്പം ഉണ്ടാക്കണൊക്കെ സാധാരണ പ്ലേറ്റ്. എന്നിട്ട് ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. അത് നിങ്ങൾക്കറിയാലോ എങ്ങനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടതെന്നുള്ളത്. ഒരു പാത്രം വയ്ക്കുക, അത് വയ്ക്കുക, അടച്ച് വയ്ക്കുക, ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. അത് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണോ ഫോർക്കോ ഇർക്കിലോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കുമ്പോൾ അതിന്മേൽ പിടിക്കുന്നില്ലെങ്കിൽ അതായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ശേഷം നമ്മളത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ അത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് അത് കുറച്ച് കാര്യങ്ങളും ചെയ്യാണ്ട് കേട്ടോ, നല്ലത് രസകരമാവുള്ളൂ. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ അത് ഇത്തിരി കൂടെ ടേസ്റ്റ് വരുത്താൻ വേണ്ടി ഒരു ചിന്ന വിദ്യയും കൂടി ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കറിവേപ്പില പൊടിയിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ക്യാരറ്റ് പൊടിയിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് ഇറക്കി ജോലി വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടുക. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. കായം ഇടണം. ഒരു നുള്ള് ഉലുവ, ഇളക്കുക. കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ തൊട്ടലി ഇതിലിട്ട് ഒന്ന് വലിച്ചെടുക്കുക.
ഇട്ട് ചട്നി കൂട്ടി കഴിക്കുക. വളരെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ഈവനിങ്ങിലത്തെ ഫുഡായിട്ട് കഴിക്കാം, സ്നാക്സ് ഫുഡായിട്ട് കഴിക്കാം, ഭക്ഷണമായിട്ട് വേണം നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി വേറെ വിഭവമായി കൊണ്ടുവരുന്നവരേക്കും എല്ലാവരും സുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേറൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം പറഞ്ഞു. സ്നേഹം നിങ്ങളുടെ പത്നി അമ്മു.